Hello students, next നമുക്ക് നോക്കാനുള്ളത് രംഗകുട്ട മെത്തേഡ് ആണ്. അതിലെ മിഡ് പോയിന്റ് ഫോർമുലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് ഒരു തിയറവും അതിന്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ മോഡിഫൈഡ് ഓയിലർ മെത്തേഡും അതുപോലെ രംഗകുട്ട മെത്തേഡ് ഓഫ് 4 പോയിന്റ് ഫോർമുലയും അത് ഓൾറെഡി പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമുക്ക് തിയറം ആദ്യം നോക്കാം. തിയറം പറയുന്നത് ടൈലേഴ്സ് തിയറം ആണ്. സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇതാണ്. Suppose that f of ty and all its partial derivatives order less than or equal to n plus 1 are continuous on d is equal to set of all points ty such that a less than or equal to t less than or equal to b comma c less than or equal to y less than or equal to d and let t naught y naught belongs to d. For d ഒരു പോയിന്റ് ആണ് t naught y naught. For every ty belongs to d there exists theta between t and t naught and mu between y and y naught with f of ty is equal to pn of ty plus rn of ty. അതായത് ഏത് 2 വേരിയബിൾ പോളിനോമിയലിനും ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് 2 വേരിയബിൾ പോളിനോമിയലിനെയും പി എൻ ഓഫ് ടി വൈ പ്ലസ് ആർ എൻ ഓഫ് ടി വൈ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും എന്നാണ് തിയറം പറയുന്നത്. അതിൽ പി എൻ ഓഫ് ടി വൈനെ ടൈലർ പോളിനോമിയൽ എന്നും ആർ എൻ ഓഫ് ടി വൈനെ റിമൈൻഡർ ടേം എന്നുമാണ് പറയുക. പി എൻ ഓഫ് ടി വൈയും ആർ എൻ ഓഫ് ടി വൈയും കാൽക്കുലേറ്റ് ചെയ്ത ഫോർമുലാസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി എൻ ഓഫ് ടി വൈയുടെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഫോർമുല പഠിക്കാനായിട്ട് ശ്രമിക്കാം. Pn of ty is f of t naught y naught plus t minus t naught into dou f by dou t at t naught y naught plus y minus y naught into dou f by dou y at t naught y naught plus t minus t naught whole square by 2 into dou square f by dou t square at t naught y naught plus t minus t naught into y minus y naught into dou square f by dou t dou y at t naught y naught plus y minus y naught the whole square by 2 into dou square f by dou y square at t naught y naught plus etc. plus 1 by n factorial into sigma j equal to 0 to n ncj t minus t naught the whole raised to n minus j y minus y naught the whole raised to j dou raised to n by dou raised to n dou f by dou raised to dou t raised to n minus j dou y raised to j t at t naught y naught. ഇതാണ് ടൈലർ പോളിനോമിയൽ വരുന്നത്. നമ്മൾ ടൈലർ സീരീസ് 1 വേരിയബിളിൻ്റെ കേസിൽ പഠിച്ചതാണ്. ഇത് 2 വേരിയബിൾസിൻ്റെ കേസിലുള്ള ഫോർമുലയാണ്. ഓക്കെ, അതുപോലെ അതിൻ്റെ റിമൈൻഡർ ടൈം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കുക. The function Pn of ty is called the nth Taylor polynomial in 2 variables for the function f about the point t naught y naught and Rn of ty is the remainder term. അപ്പോൾ ഇത് മറ്റേത് 1 വേരിയബിളിൻ്റെ വേർഷൻ ആയിരുന്നു, ഇത് 2 വേരിയബിൾ വേർഷൻ ആണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രോബ്ലം പഠിക്കാനുണ്ട്. ഡിറ്റർമിൻ p2 of ty the second Taylor polynomial about the point 2 3 for the function f of ty is equal to e raised to exponential of e raised to minus t minus 2 square by 4 minus y minus 3 square by 4 into cos 2t plus y minus 7. ഇതാണ് പ്രോബ്ലം. നമ്മളോട് p2 of ty കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ to determine p2 of ty we need the values of f, its first and second partial derivative at 2 3. നമുക്കറിയാലോ pn of ty നമുക്ക് ഫോർമുല ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ p2 എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ p2 of ty ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ p2 of ty. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 ടേംസ് ഈ ടേമും അതുപോലെ ഈ ഒരു ടേമും കൂടി വരും p2 of ty എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആദ്യം ഫൈൻഡ് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് ടി വൈ തന്നിരിക്കുന്നത് ഒന്നുകൂടെ എടുത്തെഴുതി. ഇതാണ് എഫ് ഓഫ് ടി വൈ തന്നിരിക്കുന്നത്. ഇ റേസ് ടു ദിസ് ഇൻറ്റു ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, എക്സ്പോണൻഷ്യൽ ഓഫ് ദിസ് എന്നല്ലേ. അപ്പോൾ ഇ റേസ് ടു ദിസ് ഇൻറ്റു ഇ റേസ് ടു ദിസ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പവർ റൂൾ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. പിന്നെ കോസ് ഓഫ് 2t പ്ലസ് വൈ മൈനസ് 7 ആയിരുന്നു, അത് കോസ് ഓഫ് 2t മൈനസ് 2 പ്ലസ് വൈ മൈനസ് 3 എന്ന് എഴുതി. രണ്ടും സെയിം തന്നെയാണ്, ഇവിടെയുള്ള അതേ വാല്യൂ തന്നെയാണ് ഇത് എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ദെൻ എഫ് ഓഫ് 2 3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ദെൻ ആദ്യം ഡോ എഫ് ബൈ ഡോ ടി കണ്ടുപിടിച്ചു. ജസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്തു. അത് 2 3 എന്ന് പറയുന്ന പോയിന്റിൽ വാല്യൂവേറ്റ് ചെയ്തപ്പോൾ 0 കിട്ടി. ദെൻ ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്തു. അതോടെ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്താൽ മതി കേട്ടോ. അതനുസരിച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുക. അത് അറ്റ് ദ പോയിന്റ് 2 3 വാല്യൂവേറ്റ് ചെയ്തു, നമുക്ക് 0 കിട്ടി. ദെൻ
ഡോ സ്ക്വയർ എഫ് ബൈ ഈ ഡോട്ട് ടി സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഫംഗ്ഷൻ ഇത്തിരി വലിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ മെത്തേഡ് മാത്രം അതുകൊണ്ട് പറഞ്ഞു തരണുള്ളൂ, നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എടുത്തു, അതറ്റ് 2-3 ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ -9/2 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്തു. അതും അതെ കുറച്ച് വലിയൊരു ഫംഗ്ഷനാണ് വരുന്നത്. ദെൻ അത് 2-3 ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ -3/2 ആണ് ആൻസർ കിട്ടുന്നത്. ദെൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി ഡോ വൈ എടുത്തു, അത് 2-3 ഇവാലുവേറ്റ് ചെയ്തപ്പോൾ -2 ആണ്. ദെൻ അത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി P2 ഓഫ് ടി വൈയുടെ ഫോമുലയിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ അതാ നമുക്ക് ഇങ്ങനെയാണ് ഫോമുല കിട്ടുന്നത്. അതിന് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇതാ ഈ പോളിനോമിയലാണ് നമുക്ക് P2 ഓഫ് ടി വൈ ആയിട്ട് കിട്ടുന്ന ആൻസർ. അപ്പോൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ഫംഗ്ഷൻ ഒരു കുറച്ച് വലിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്ത് പോകുന്നേ ഉള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതിയാവും. പിന്നെ ജസ്റ്റ് അത് ആ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്ത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അതാണ് നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യേണ്ടത്. ഓക്കെ.